ഏനാമക്കൽ റെഗുലേറ്റർ ഫേസ് കനാലിലെ താൽക്കാലിക വളയം ബണ്ട് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. തെക്ക് ഭാഗത്തെ ബണ്ടിൽ മണ്ണ് നിറയ്ക്കൽ പൂർത്തിയായി. കിഴക്കുഭാഗത്തെ ബണ്ടിൽ പകുതിയിലും മണ്ണ് നിറച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന പകുതിയിൽ 2 താൽക്കാലിക ചീപ്പ് നിർമ്മിച്ചു വേണം മണ്ണിടൽ പൂർത്തിയാക്കാൻ. ഇത് ഈ ആഴ്ചയിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ കർഷകരുടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. നവംബറിൽ പൂർത്തിയാക്കേണ്ട ബണ്ട് നിർമ്മാണം ഡിസംബർ മാസം പകുതി കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനാകാത്തതിലാണ് കർഷകർ ആക്ഷേപമുയർത്തിയത്. പല പാടശേഖരങ്ങളിലും നെൽച്ചെടികൾ വിളയാൻ പാകമായ സ്ഥിതിയിലാണ്. വെള്ളം ആവശ്യമായ ഈ ഘട്ടത്തിൽ കർഷകർ ഭയപ്പെടുന്ന അവസ്ഥയാണെന്ന് കർഷകനും പടിഞ്ഞാറെ കരിമ്പാടം പടവ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയുമായ ജോർജ് പണ്ടൻ പറഞ്ഞു. ഉപ്പിന്റെ അംശം കൂടുതലാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം സംഭവിച്ച പോലെ വിള നശിക്കാൻ സാധ്യതയുണ്ട്. കനാലിലെ ചണ്ടി കരിഞ്ഞിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഉപ്പ് വെള്ളത്തിൽ കൂടുതലുണ്ടെന്ന് കർഷകർ പറയുന്നത്. മാത്രമല്ല വെള്ളം നിയന്ത്രിക്കാൻ സ്ഥിരമായ ജീവനക്കാരൻ വേണമെന്ന കർഷകരുടെ ആവശ്യവും ജലരേഖയിലാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒഴുക്കിക്കളയുന്ന താൽക്കാലിക ബണ്ടിന് പകരം സംവിധാനം വേണം എന്ന ആവശ്യത്തിനും പരിഹാരമകലെയാണ്. റിംഗ് ബണ്ട് ഇന്നിപ്പോൾ ഡിസംബർ 17 ഇതുവരെയും പണി പൂർത്തീകരിച്ചിട്ടില്ല. നെല്ല് ചുറ്റുഭാഗത്തെല്ലാം നെല്ല് പണിതിട്ടുള്ളതാണ്. കർഷകർ ഒരുപാട് ആശങ്കയിലാണ്. വെള്ളം കയറിയ കഴിഞ്ഞ 2 വർഷം നമുക്കൊന്നും കിട്ടാതെ പോയാൽ തന്നെ നെല്ല് വിളവിനെ ബാധിക്കും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ച്